ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ പകൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ബദർ ദിനമാണ്. ഇന്നലെ ബദർ ദിന രാവായിരുന്നു, 17-ാം രാവായിരുന്നു. ഇന്ന് 17-ാമത്തെ നോമ്പ്, 17-ാമത്തെ റമളാനിലെ ദിനം ബദർ ദിനം കൂടിയാണ്. അതിശ്രേഷ്ഠമായ ഈ ദിനത്തിൽ ഇന്നാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഈ ദിവസത്തിലാണ് ബദർ യുദ്ധം നടന്നത്. ആ ബദർ യുദ്ധത്തിൽ വിജയിച്ച ബദരീങ്ങൾ അവർ ആ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 4 കാരണം. ഈ 4 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടെങ്കിൽ നമുക്കും വിജയിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ബദരീങ്ങൾ അവരുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള 4 കാരണങ്ങളുണ്ട്, 4 കാര്യങ്ങൾ. അതേതൊക്കെയാണ്? അതോടൊപ്പം തന്നെ ബദരീങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന 4 പ്രധാനപ്പെട്ട ദിക്റുകൾ, തസ്ബീഹുകളുണ്ട്. അതേതൊക്കെയാണ്? അതുപോലെ ബദരീങ്ങൾ പറഞ്ഞ ഒരു ഇസ്മുണ്ട്, അള്ളാഹുവിൻ്റെ പേര്. അതേതാണ്? ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം, നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നലെ യാസീൻ ഓതാൻ പറ്റിയില്ല. നമ്മുടെ ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ദുആരക്കാം. നമ്മുടെ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ശബ്ദം കേൾക്കുന്ന സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ അമലുകളും പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇന്നലെ അൽഹംദുലില്ലാഹ് 17-ാം രാവായിരുന്നു അല്ലേ? ഒരുപാട് നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബദർ മൗലിദ് ഓതിയിട്ടുണ്ട്. അതുപോലെ തവസ്സുൽ ബൈത്ത് ഓതി, യാസീൻ ഓതി. അൽഹംദുലില്ലാഹ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധമായ ബദർ ദിനമാണ്. 17-ാം രാവ്, ബദർ രാവ് കഴിഞ്ഞു പോയില്ല ഉസ്താദ്, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഞാൻ പറയട്ടെ, 17-ാം രാവിന് മഹത്വമുണ്ട്. ബദർ ദിനത്തിൻ്റെ രാവിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ ആ ദിനത്തിനും ഇന്നത്തെ ഈ ദിവസത്തിനും മഹത്വമുണ്ട്. ഇന്നത്തെ ഈ പകലാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടന്നത്. അള്ളാഹുവെ പടച്ചവനെ, ആ ബദരീങ്ങളോടൊപ്പം ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. അവരൊക്കെ ചെയ്തതിൻ്റെ, അവരൊക്കെ അനുഭവിച്ചതിൻ്റെ 100-ൽ 1 പോലും നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഗസയിലെ, ഫലസ്തീനിലെ ആളുകൾക്കൊക്കെ അവർക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ സമാധാനം കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും നമുക്കെല്ലാവർക്കും അള്ളാഹു തരട്ടെ. ആമീൻ. ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. 2-ാമത്തെ 10, മഗ്ഫിറത്തിൻ്റെ 10 തീരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. 2 വെള്ളിയാഴ്ചയാണ് നമുക്ക് മഗ്ഫിറത്തിൻ്റെ 10 കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പരിശുദ്ധമായ റമളാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇനി നമ്മൾ ആവർത്തിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് മാസങ്ങളായി എല്ലാ വെള്ളിയാഴ്ച രാവിലും പറയുന്നതാണ്, കേൾക്കുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് കരുതുകയാണ്. സുന്നത്തായ കാര്യങ്ങളുണ്ട്, അതുപോലെ സൂറത്തുൽ കഹഫിൻ്റെ പാരായണം, മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ബദർ ദിനമായതുകൊണ്ട് പ്രത്യേകം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ബദരീങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത 4 പ്രവൃത്തികൾ, 4 കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കും അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി കഴിയാനുള്ള തൗഫീഖ് ഉണ്ടാകും. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? വിശദമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഒന്നാമത്, ബദരീങ്ങൾ ബദർ യുദ്ധത്തിന് മുമ്പ് അവർ ആ തലേ രാത്രിയിലും ബദർ യുദ്ധം നടന്ന ആ പകലിലും അവർ വലിയ രൂപത്തിൽ ഒരുപാട് ദുആ ചെയ്യുകയും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയും ചെയ്ത ആളുകളാണ്. അതായത് അള്ളാഹു തആല വിജയം തരും എന്നവർക്ക് ഉറപ്പുണ്ട്. കാരണം അള്ളാഹിൻ്റെ ഹബീബല്ല കൂടെ ഉള്ളത്, പിന്നെ പരാജയം ഉണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കൂടെ ഉള്ളത്. അപ്പോൾ വിജയം റബ്ബ് പടച്ചവൻ തരും. എങ്കിലും അവർ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിലേക്ക് നിരന്തരമായി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണുവാൻ പറ്റും. അള്ളാഹിന്റെ ഹബീബ് 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅഅതനി, അല്ലാഹുമ്മ ആതിനി മാ വഅഅതനി. നബി തങ്ങൾ ദുആരക്ക്, അല്ലാഹുവേ പടച്ചവനെ, നീ വാഗ്ദാനം ചെയ്ത ആ വിജയം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്സാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർള്. പടച്ചവനെ, ഞങ്ങളെങ്ങാനും പരാജയപ്പെട്ട പിന്നെ നിന്നെ വിളിക്കാൻ, അല്ലാഹ് എന്ന് പറയാൻ പിന്നെ ഒരൊറ്റ കുഞ്ഞു പോലും ലോകത്തുണ്ടാവില്ല. റബ്ബേ, ഞങ്ങൾക്ക് വിജയം തരണേ.
അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് സ്വഹാബിമാരും ഇങ്ങനെ കരച്ചിലാണ്, അവരൊക്കെ ദ്വാരക്കുകയാണ്, അവരൊക്കെ ദിക്റിലാണ്, അവരൊക്കെ ദുആ ചെയ്യുന്നു, തവക്കുലിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും വേണ്ട ഒരു കാര്യമാണിത്. എന്ത്? നമ്മളും ദുആ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായ, സങ്കടമുണ്ടായാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയും, അല്ലേ, നമ്മുടെ ഭാര്യയോട് പറയും, നമ്മുടെ ഭർത്താവിനോട് പറയും. ഇതൊക്കെ നമ്മൾ പരസ്പരം പ്രയാസങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹിനോട് പറയാറുണ്ടോ? അള്ളാഹിനോടല്ലേ നമ്മൾ പറയേണ്ടത്. ഒരു വിഷമം ഉണ്ടായാൽ, ഒരു സങ്കടം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടാ, എന്ത് ചെയ്യൂടാ എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ആദ്യം അള്ളാഹിനോടൊന്ന് പറയും, പടച്ചോനെ എൻ്റെ ആ വിഷമം, നീയാണ് ആ വിഷമം തന്നത് എനിക്കറിയാം, അള്ളാഹു നീ തന്നെ ആ വിഷമം മാറ്റണേ അല്ലാ, ആ രോഗം മാറ്റണേ അല്ലാ, ആ സങ്കടം മാറ്റി തരണേ എന്ന് നമ്മൾ അള്ളാഹിനോട് പറയണം. കാരണം സ്വഹാബിമാർക്കറിയാം പടച്ചവൻ നമുക്ക് വിജയം തരുമെന്ന്. എന്നിട്ടും അവർ എന്ത് ചെയ്തു? ദുആ ചെയ്തു. എന്നിട്ടും അവർ എന്ത് പറഞ്ഞു? തവക്കുലാക്കി, അള്ളാഹുവെ നിന്നെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് നമുക്കുമുണ്ട്. ഇത് ഒന്നാമത്തെ ഗുണമാണ്. സ്വഹാബിമാർക്ക് ബദരീങ്ങൾക്കുണ്ടായ ഒന്നാമത്തെ ഗുണം നമുക്കും ഉണ്ടാവണം. അതുകൊണ്ട് ദുആ ഒരിക്കലും കൈവിടാൻ പാടില്ല. ആ ദുആ സിലാഹുൽ മുഅ്മിൻ എന്ന, പ്രത്യേകിച്ച് ഇന്ന് റമളാനിൻ്റെ 3-മത്തെ വെള്ളിയാഴ്ച രാവാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ ദുആ അള്ളാഹു തട്ടിക്കളയാത്ത മാസമാണ്. അപ്പോൾ ചോദിക്കും, ഞങ്ങൾ 1 മുതലേ ദുആ ചെയ്യുന്നു ഉസ്താദ്, പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നമ്മൾ ദുആ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ അള്ളാഹു ദുആ സ്വീകരിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പല പല ചിന്തകളിൽ ഒക്കെയാണ് നമ്മൾ ദ്വാരക്കുന്നത്. അങ്ങനെയല്ല. പിന്നെയോ ചില ആളുകൾ നിസ്കാരം ഒന്നും ക്ലിയർ അല്ല, നോമ്പും പിടിക്കില്ല, എന്നിട്ട് വന്ന് ദ്വാരക്കും. അങ്ങനെയല്ല. നമ്മൾ ഫർദായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ദുആ ചെയ്യുക, ഹലാലായത് കഴിക്കുക, ഹറാമായത് മാറ്റുക, എന്നിട്ടൊക്കെ ദുആ ചെയ്ത് നോക്കി അള്ളാഹു വേഗത്തെ ദുആ സ്വീകരിക്കും. അങ്ങനെയായിരുന്നു ബദരീങ്ങളായ ആളുകൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ത്യാഗസന്നദ്ധതയാണ്. ത്യാഗസന്നദ്ധത, അതായത് പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മദീനയിൽ നിന്നും ഏകദേശം 150 അല്ലെങ്കിൽ 160 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ബദറിലേക്ക് ഇവർ പോയത്. ഇന്ന് അത്യാധുനിക കാലത്ത് നമുക്ക് ഹജ്ജിനും ഉംറക്കും പോകുന്നവർ, അല്ലേ, ഇന്ന് ഫ്ലൈറ്റ് സംവിധാനം എല്ലാമുണ്ട്, അതുപോലെ ബസ് സംവിധാനമുണ്ട്, അതുപോലെ മെട്രോ ട്രെയിൻ ഉണ്ട്. മക്കയിൽ നിന്നും മദീനയിലേക്കും, മദീനയിൽ നിന്നും മക്കയിലേക്കൊക്കെ മെട്രോ ട്രെയിൻ ഉണ്ട്, ബസ് സംവിധാനമുണ്ട്, മറ്റു വാഹന സൗകര്യമുണ്ട്. പക്ഷെ പല ആളുകളും ബദറിൽ പോകില്ല. എന്താ? അതെ, ഭയങ്കര ചുറ്റിക്കറക്കമാണ്, ഒരുപാട് യാത്ര ചെയ്യണം. ഈ ബദരീങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പോയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് AC ബസ്സിലിരുന്ന് ബദർ വരെ പോകാൻ പറ്റൂല. എത്രയോ ആളുകളാണെന്ന് പറയാം ബദറിലേക്കൊന്നും പോകില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. യാത്രാ പ്രയാസമാണെന്ന് പറയുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ബദറിലേക്ക് പോകുമ്പോൾ 3 പേർക്ക് കൂടി ഒരൊട്ടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബാക്കി 2 സ്വഹാബിമാർക്കും ഒരൊട്ടകം. അപ്പോൾ നബി കയറും, ബാക്കി 2 പേര് നടക്കും. നബി ഇറങ്ങും, ഒരാൾ കയറും, നബിയും മറ്റേ സ്വഹാബിയും നടക്കും. ഇങ്ങനെ ഓരോ ആളുകൾ മാറി മാറിയായിരുന്നു ഓരോ ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിച്ചു. അത്രമാത്രം ത്യാഗ സന്നദ്ധതയായിരുന്നു എന്നാണ്. ഇപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ അൽഹംദുലില്ലാ AC പള്ളിയുണ്ട്, അല്ലേ? നമ്മുടെ പള്ളികളൊക്കെ AC ആക്കി, നമ്മുടെ വീടുകളൊക്കെ പല റൂമുകളും AC ആണ്. എന്നിട്ടും നമുക്ക് ഊരവേദന, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എത്രയോ വഖത്ത് ആ നിസ്കാരം ഖളാ ആക്കുന്നത്. ഈ സ്വഹാബിമാർ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്നറിയോ ബദറിലേക്ക് പോയത്. അവർ ആ ബദറിലേക്ക് പോയ സമയത്തുണ്ടായ ആ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അയൽവക്കത്ത് പോലും വന്നിട്ടില്ലെന്നാണ്. ഇത്രമാത്രം പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ. അതുകൊണ്ട് കുറച്ച് ത്യാഗങ്ങൾ നമ്മളും സഹിക്കേണ്ടി വരും. ഇപ്പോൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ത്യാഗം സഹിക്കണം. മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ മക്കൾ ത്യാഗം സഹിക്കണം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിന് വേണ്ടി ഭാര്യയും ത്യാഗം സഹിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയത്തിലുണ്ട്, ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ എന്തെല്ലാം വിഷമങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ സഹിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പ്രതിഫലം തരുക എന്നാണ്. നമുക്കൊക്കെ എന്ത് സുഖമാ, എന്ത് രസമാ, അല്ലേ? നമുക്ക് സഞ്ചരിക്കാൻ AC കാറുണ്ട്, ബൈക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് സുഖ സൗകര്യങ്ങളുണ്ട്, കിടക്കാൻ നല്ല മെത്തയുണ്ട്, നല്ല ബെഡുണ്ട്. എനിക്കൊക്കെ എന്തൊരു സുഖമാ. എന്നിട്ടും അള്ളാഹിൻ്റെ കാര്യം പറയുമ്പോൾ, ഇബാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊക്കെ മടിയാണ്. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ സുഹാബിമാർ, ബദരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം ത്യാഗസന്നദ്ധതയാണ്. മൂന്നാമത്തേത്, സ്വർഗത്തെ മുന്നിൽ കണ്ടാൽ ബാക്കിയെല്ലാം നിസ്സാരമാണ്. ഒരു സ്വഹാബി, മഹാനായ ഉമൈർ ബിൻ ഹക്കാം റളിയല്ലാഹു തആല, അദ്ദേഹം ഇങ്ങനെ കാരക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൻ്റെ ആ കാഹളം മുഴക്കുന്നത്, യുദ്ധത്തിനായി ക്ഷണിക്കുന്നത്. ആ സമയത്ത് ആ സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ ഈ യുദ്ധത്തിന് വന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമോ?
ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും. ആ കാരക്ക പോലും മുഴുവനാക്കാതെ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ സ്വഹാബി ആ ഒരു യുദ്ധക്കളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ സ്വർഗമുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാം നിസ്സാരമാണ്. സ്വർഗത്തിലേക്ക് പോവലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നതെന്നാണ്. നമുക്ക് രാത്രി നിസ്കരിക്കാൻ മടിയാണ്. നമുക്കറിയാം രാത്രി നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, അതുപോലെ നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടും, സ്വതക്ക കൊടുത്താൽ സ്വർഗം കിട്ടും, ഖുർആൻ ഓതിയാൽ സ്വർഗം കിട്ടും, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിട്ടും ആ സ്വർഗം നമുക്ക് പലപ്പോഴും വേണ്ട. അങ്ങനെയാവാൻ പാടില്ല. ഒരു കാര്യം ചെയ്താൽ സ്വർഗം കിട്ടും, സ്വർഗത്തിൽ കടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അതാണ് ബദരീങ്ങൾ നമ്മൾ മൂന്നാമതായി പഠിപ്പിക്കുന്നത്. നാലാമതായി പഠിപ്പിക്കുന്നത് സദാസമയം അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഈ ദിവസം ബദരീങ്ങൾ പറഞ്ഞ ദിക്റിൽ പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു ദിക്റും പറഞ്ഞിട്ടാണ് ഓരോ സ്വഹാബിമാരും എങ്ങോട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. അതവർ പറഞ്ഞ ദിക്റാൻ. പിന്നെയോ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നും ആ സ്വഹാബിമാര് പറഞ്ഞിട്ടാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെയോ മറ്റു സ്വഹാബിമാർ മൂന്നാമതായി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കൂട്ടം സ്വഹാബിമാർ ഇതാ പറയുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹു നിന്നെ ഞാൻ ഏൽപ്പിച്ചു, നിന്നിലാക്കാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ തടയാൻ, അതുപോലെ നീ തന്ന ശക്തിയെ തടയാൻ ആരുമില്ല അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടം സ്വഹാബിമാർ. മറ്റൊരു കൂട്ടം സ്വഹാബിമാർ പോകുന്നത് നാലാമത്തെ ദിക്ർ പറഞ്ഞാൽ. ഏതാണ് ആ ദിക്ർ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് അല്ലേ? അത് പൂർണ്ണമായിട്ടും പറയുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദിക്റും പറഞ്ഞിട്ടൊരു കൂട്ടം സ്വഹാബിമാർ ഇങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ആ ഒരു അല്ലാഹുവിന്റെ ഇസ്മടങ്ങുന്ന ദിക്ർ, പിന്നെയോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ, അതുപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരു ദിക്റും പറഞ്ഞിട്ടാണ് സ്വഹാബിമാർ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ദിക്റും നമ്മൾ മുറുകെ പിടിക്കണേ. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസ, പ്രതിസന്ധി, പ്രശ്നഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടാൻ ഈ ദിക്റുകൾ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദിക്റുകൾ അധികരിപ്പിക്കാൻ, അതുവഴി ആ ബദരീങ്ങൾ ആർജിച്ചെടുത്ത ഈമാൻ പോലെ നമ്മുടെ ഈമാനിനെ മൂർച്ച കൂട്ടാനുള്ള തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ബദർ ദിനമാണ്, അതുപോലെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാവാനും നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഉന്നതമായ പദവികൾ കിട്ടാനും നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാനും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കിട്ടാനും എല്ലാ നിയ്യത്തും വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്കൊരു യാസീൻ, ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ യാസീൻ ഓതിയില്ല, പക്ഷെ നിങ്ങളൊക്കെ സ്വകാര്യമായി ഓതിയവരാണ്. പള്ളികളിലുള്ള ആളുകൾ അവരെ വെച്ച് ഓതിയിട്ടുണ്ടാകും. നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ഓതിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നൊരു യാസീൻ ഓതിയിട്ട് പ്രത്യേകം ദുആരക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ഈ ബദരീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹു തആല മാറ്റിത്തരട്ടെ. എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും ജീവിതത്തിൽ ഉടനീളം അള്ളാഹു തആല നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീനിലേക്ക് പ്രവേശിക്കുകയാണ്. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين خاصة وإلى حضرات أصحابه البدريين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم
لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم عهد
إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن يعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا نعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله المولانا العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله നമ്മളെല്ലാവരും ഒന്നിച്ച് യാസീൻ ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ യാസീനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ബദരീങ്ങളുടെ ബറക്കത്ത് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കുകയാണ്. നിങ്ങളൊക്കെ എഴുതുന്ന കമൻറ്റുകൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഓരോന്നിനും മറുപടി തരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين والأحديين والحندقين وبسائر الصحابة والقرابة كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين وإلى حضرات أهل الخير والفضل كلهم أجمعين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا ذا الجلال والإكرام. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم وبحقهم وبجاههم وبكراماتهم يسر عسيرنا وسهل أمورنا واشف أمراضنا وقض حوائجنا وأد ديوننا وادفع بلياتنا وارحم موتانا يا رب العالمين. وربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا الله ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്ത് യാസീൻ, ഖിലാസ്, മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫാത്തിഹ എല്ലാത്തിൻ്റെയും മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദറിൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൂടെ ഞങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ആ ബദരീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങനെ ദുആരക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനെ ആ ബദരീങ്ങളുടെ ഫضل ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, അവരുടെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങളിൽ പല ആളുകളും. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ. കടങ്ങളിൽ നീ മാറ്റണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ മറ്റ് മാരകവുമല്ലാത്തതുമായ രോഗങ്ങൾ കൊണ്ട് വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി കഴിയുന്നുണ്ടോ എല്ലാവർക്കും നീ ശിഫാ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്, റമദാനിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച ദിനമാണ് റബ്ബേ. ഈ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് ഖൈറാത്തുകൾ നീ തരണേ അല്ലാ, ബറക്കത്തുകൾ തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ നല്ല ജോലിയില്ലാത്തവരുണ്ട്, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോരോ മനസ്സിൽ മുറാദുകളുള്ളവരാണ്, വിഷമങ്ങളുള്ളവരാണ്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. പരീക്ഷകൾ വരികയാണ്, പരീക്ഷകൾ കഴിയുന്നു, അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ ആ ബദരീങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. അപകട മരണങ്ങൾ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വബിഹുഖൂഖി നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ യാസീനോത്തിന് അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. അല്ലാഹു തആല ഈ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.